സാധാരണ നമ്മളൊരു പോലീസ് സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരുപാട് മേഡേഴ്സ് നടക്കും, അത് അന്വേഷിക്കും, ആരാണെന്ന് കണ്ടെത്തും. ഇതാണല്ലോ അതിൻ്റെ ഒരു ടെംപ്ലേറ്റ്. പിന്നെ ഇന്ദ്രേട്ടൻ എങ്ങാനും മാറിപ്പോകുന്നുള്ള ടെൻഷനൊന്നും വന്നില്ലായിരുന്നു? ഇല്ല, നമുക്ക് ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയാന്നുള്ള. സിനിമ ചെയ്യുമ്പോൾ ഓർമ്മിക്കണേ, മറക്കരുത് എന്ന് പറഞ്ഞു. ചില സമയത്ത് ഏതെങ്കിലും സീൻ ചെയ്യുമ്പോൾ ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്ദ്രേട്ടൻ ഭയങ്കര അടിപൊളിയാണ്. കറക്റ്റ് അത് കൂളാക്കി എടുക്കും. ഇത്രയും കൺവിൻസിങ് ആയിട്ട് എനിക്ക് ഇങ്ങനെ തന്നെ ചെയ്യണം, ഈ ഒരു ഇതിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യുന്നില്ല. ഇന്ദ്രേട്ടനായിട്ടും ഒരു പറഞ്ഞതുപോലെ ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് എപ്പോഴും ഉണ്ടായിരുന്നു, ഡിസ്കഷൻസ്. ഇയാൾക്ക് ഇയാൾ ചെയ്തൊരു സാധനം ഇതിന് പറഞ്ഞാൽ ഒന്നും കൂടി എടുത്തോടെ എന്ന് വയ്ക്കുന്നത്. കാരണം പുള്ളിക്ക് ചിലപ്പം അതിൽ ഇനി ഒന്നും കൂടി ചെയ്യാനുണ്ട് എന്ന് പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട്. ഹലോ എവ്രി വൺ, ധീരം സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ സിനിമയുടെ ടീമുണ്ട്. ഹായ് ഗൈസ്. അല്ല, സാധാരണ നമുക്ക് ഡയറക്ടർ എന്നൊക്കെ പറയുമ്പോഴേ കുറച്ചുകൂടെ ഒക്കെ ഇപ്പൊ സാർ എന്നൊക്കെ വിളിക്കാൻ തോന്നുന്നു, നമുക്ക് ഹൈ ബ്രോ എന്നൊക്കെ പറയാൻ തോന്നുന്ന ഒരാൾ. വീണ്ടും മടുത്തു. I take that as a compliment. ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളുണ്ട്. പറയേണ്ട ആവശ്യം എന്താ? ഞാൻ പറയും. അല്ല, നിങ്ങൾ തമ്മിലും അങ്ങനെ ഉണ്ടായിരുന്നു. അതിപ്പോ ഡയറക്ടർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഒരു പേടിയും ആ സംഭവം ഒക്കെ ഉണ്ടാവില്ലേ? നിങ്ങൾ തമ്മിൽ എങ്ങനെയായിരുന്നു? എനിക്കതൊന്നില്ലെന്ന് പട്ടിന്നൊക്കെ വിളിക്കും. ഒരിക്കലും ഇല്ല. അങ്ങനെയല്ല, ജെന്യൂൻലി വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സീരിയസ് ആണ്, ഭയങ്കര ഫോക്കസ്ഡ് ആണ്. പക്ഷെ ഇപ്പൊ ഒത്തിരി സിനിമകൾ ഇങ്ങനെ തന്നെ ഇറങ്ങുന്നത്. അപ്പൊ ധീരം അതിൽ നമുക്ക് വ്യത്യസ്തമായാലല്ലേ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ധീരം എന്ന് പറയുന്ന സിനിമ ആക്ച്വലി ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ജോണറിലുള്ള ഒരു മൂവിയാണ്. ക്രൈം ത്രില്ലറാണ്, ഒരു പോലീസ് സ്റ്റോറിയാണ്. സാധാരണ നമ്മളൊരു പോലീസ് സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരുപാട് മേഡേഴ്സ് നടക്കും, അത് അന്വേഷിക്കും, ആരാണെന്ന് കണ്ടെത്തും. ഇതാണല്ലോ അതിൻ്റെ ഒരു ടെംപ്ലേറ്റ്. അതിൻ്റെ ഒരു ടെംപ്ലേറ്റ് നമ്മുടെ സിനിമയിലുണ്ട് ആക്ച്വലി. ഓഫ് കോഴ്സ് അങ്ങനെയാണല്ലോ നമുക്ക് ഏതൊരു ത്രില്ലറിനെ നമുക്ക് നെറേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മുടെ സിനിമ ആരാണ് കില്ലർ അല്ലെങ്കിൽ ആരാണ് എന്നുള്ള ഉപരി വൈ, വാട്ട് ആൻഡ് ഈ പറയുന്ന ആര്, എന്ത് എന്നുള്ളതിന് ഒരു സിംഗിൾ ലെയർ ഓഫ് റീസൺ അല്ല. അതിന് കുറച്ച് മൾട്ടിപ്പിൾ ലെയേഴ്സ് പരിപാടികളുണ്ട്. പിന്നെ എനിക്ക് ഈ സിനിമ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച കാര്യം, ഈ സിനിമയുടെ ക്ലൈമാക്സിൽ എനിക്ക് കിട്ടിയ ഒരു ഇമോഷനുണ്ട്. ആ ഇമോഷൻ തന്നെയാണ് ഈ സിനിമയെ ഇത് ബാക്കിയുള്ള സിനിമേനെ പോലെ. ഞാനൊരു എക്സാമ്പിൾ, മലയാളത്തിൽ തന്നെ മെമ്മറീസ് എന്ന സിനിമയിൽ 5-ാം പാതി ഭയങ്കര കൾട്ട് ത്രില്ലേഴ്സ് ഉണ്ട് മലയാളത്തിൽ തന്നെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ത്രില്ലർ പോലെ അവസാനം ഓക്കെ നമ്മൾ പ്രതിയെ കണ്ടെത്തി, അതുവരെ നമ്മളെ ടെൻഷൻ, അങ്ങനെയൊരു സിനിമ അല്ല ഇത്. പ്രതിയെ കണ്ടെത്തുന്നില്ലേ? അല്ല, അങ്ങനെയല്ല. നമ്മുടെ സിനിമ എന്ന് വെച്ചാല് കുറച്ച് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഭയങ്കര ഇമോഷൻസ് ഉള്ളൊരു സാധനമാണ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ത്രില്ലർ, ഇറ്റ് ഈസ് എൻ ഇമോഷണൽ ത്രില്ലർ. ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എന്നാൽ ഉറപ്പായിട്ടും ഈ സിനിമ എൻഗേജ് ചെയ്യിപ്പിക്കും ഒരു പ്രേക്ഷകൻ. നമ്മൾ സിനിമ തുടങ്ങിയ മുതൽ നമ്മുടെ സിനിമ അവസാനിക്കുന്നവരെ ആരാ, എന്താ, എങ്ങനെയാ എന്നുള്ളൊരു സാധനം കണക്ഷൻ കിട്ടില്ല. കണക്ഷൻ കിട്ടണ്ട എന്തെങ്കിലും സിനിമ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പറ്റില്ല എന്നാണ് കഥാകാരന്റെയും ഡയറക്ടറിന്റെയും എന്റെ വിശ്വാസം. കാരണം ഞാൻ ഈ കഥ നെറേറ്റ് ചെയ്ത ഒരു ആർട്ടിസ്റ്റിനോ ഒരു പ്രൊഡക്ഷൻ ഹൗസിനോ ആർക്കും ഇത് പ്രഡിക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. എന്താണ് ഇതിന്റെ സസ്പെൻസ് എന്നുള്ളത് ഇതുവരെ ആർക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. തീർച്ചയായും പ്രേക്ഷകനും അതേ രീതിയിൽ അത് കൺസീവ് ചെയ്യാൻ പറ്റിയ അവർക്കതൊരു സസ്പെൻസ് എലമെന്റ് തീർച്ചയായിട്ടും ഉണ്ട്. ഇനി ഈ സിനിമയിലെ വില്ലൻ സാഗർ ആണെന്ന് പറഞ്ഞ ഏറ്റവും വിഷമം എന്റെ അമ്മയ്ക്കായിരിക്കും. കാരണം എന്താണെന്നറിയോ? അല്ല, സാഗറിന്റെ ഭയങ്കര ഫാനായിരുന്നത്. ഇവര് മിനി സ്ക്രീൻ ആണല്ലോ കൂടുതൽ കാണുന്നത്. അപ്പൊ ആദ്യം എന്ന് പറഞ്ഞ വീട്ടിലെ ഒരാളെ പോലെ കണ്ട് സ്നേഹിച്ചതാ. പെട്ടെന്ന് നോക്കുമ്പോ പഠിക്കാത്ത ഭയങ്കര ഒരു വില്ലൻ. അപ്പൊ ഈ ചെറുക്കൻ എന്ത് ഇങ്ങനെ ആയി പോയത് എന്റെ അമ്മ ചോദിച്ചു. ഇതിനകത്ത് ഇങ്ങനെ ആവരുത്. അങ്ങനെയില്ല, സൈലന്റ് ആയിട്ടുള്ള ഒരു പയ്യൻ. അല്ല, ഇത് വേറൊരു ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ ഈ പടത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. പണിയായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ രണ്ട് തരത്തിലുള്ള സിനിമകളാണ്. നമ്മൾ ഓരോ സിനിമ ചെയ്യുമ്പോൾ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. എനിക്ക് ഈ സിനിമ ഫസ്റ്റ് ഇപ്പൊ ഇന്ദ്രേട്ടനോട് കൂടെ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് സ്ക്രിപ്റ്റ് എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ജിതി. അപ്പോൾ ഇന്ദ്രേട്ടൻ്റെ കൂടെ കുറേ കോമ്പിനേഷൻ സീൻ ഉണ്ട്. അപ്പോൾ ഓക്കെ, ഹാപ്പിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു വർക്ക് ചെയ്തിട്ടുള്ള ഈ പടത്തിൻ്റെ ഒരു ടീച്ചറൊക്കെ കാണിച്ചപ്പോൾ മച്ചാന് കാര്യങ്ങളൊക്കെ അറിയാം, നല്ല രസമുണ്ട് അത് കണ്ടപ്പോൾ. ഇതുപോലെ ആയിരിക്കും സിനിമ മൊത്തമായിട്ട് വരിക. ത്രില്ലറിൻ്റെ ആ ഒരു സ്വഭാവം കാണിച്ചു തന്ന ടീച്ചറിൽ, അതെന്ത് ടീച്ചർ ആയിരുന്നില്ല, ടൈറ്റിൽ ടീച്ചറിൽ ഒരു ടൈറ്റിൽ ടീച്ചറിലൂടെ റിവീൽ ചെയ്ത്. അപ്പൊ അത് ഞാൻ അന്ന് സാഗർ ഉണ്ടായിരുന്നില്ല സിനിമയിൽ. നമ്മളതിന് കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം പടം അനൗൺസ് ചെയ്യുന്നത് ടൈറ്റിൽ ടീച്ചറിലൂടെയാണ്, ധീരം എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ സാഗറിനെ കാണുന്നത്. സാഗറിന് ഈ പറഞ്ഞ പോലെ
ആരോ എന്നോട് ചോദിച്ചു ഇന്ദ്രജിത്തിന്റെ കൂടെ കോംബോ ഉണ്ടോ, അതുണ്ട്, ഇതാണ് ഇങ്ങനത്തെ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ സാധനം പുള്ളിക്ക് ഇഷ്ടമായതുകൊണ്ട് പുള്ളി സത്യം പറഞ്ഞ കഥ പുള്ളിക്ക് അറിയില്ല. അത് സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ലേ? ഇല്ല പുള്ളി പോയിട്ട് അതൊന്നും പറയുന്നില്ല. ഇല്ല അത് നമ്മൾ ഒരു സിനിമയ്ക്ക് നമുക്കൊരു വിശ്വാസമാണ് ഈ സിനിമ നന്നായി വരും. അല്ല പുള്ളി അങ്ങനെ സ്ക്രിപ്റ്റ് ചോദിച്ചിട്ടുമില്ല സത്യം പറഞ്ഞ അല്ലേ. തരില്ലല്ലോ. ഞാൻ കുറേ വട്ടം ചോദിച്ചിട്ടുണ്ടോ? അല്ല അങ്ങനെയല്ല, പുള്ളി എന്നോട് പറഞ്ഞ ബ്രോ ഞാൻ നിങ്ങളെ ഇഷ്ടം. പക്ഷെ പുള്ളി ഒരു കാര്യം പറയട്ടെ, ഞാനൊരു 15 സ്ക്രിപ്റ്റ് ഫുള്ള് വായിച്ചു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും പിടിച്ചില്ല ജിതിൻ ബ്രോ. പക്ഷെ എനിക്ക് എന്തോ ഇത് പിടിക്കണം എന്ന് തോന്നുന്നു, ബ്രോനെ ഞാൻ വിശ്വസിച്ചോട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ ധൈര്യമായിട്ട് വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ആ വിശ്വാസം ദൈവം ഡിസംബർ 5 നന്നായി വരും. അല്ല അതിനുശേഷം വന്നതൊക്കെ പണിയുമായി സാമ്യമുള്ള കഥാപാത്രങ്ങളായതുകൊണ്ടാണോ വേണ്ട? അല്ല എനിക്കത് എന്തോ ചില സിനിമകൾ അങ്ങനെയാണ്, നമ്മൾ കഥ കേട്ടാലും നമ്മുടെ ജഡ്ജ്മെന്റ് ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ തെറ്റാവാം. പക്ഷെ ഈ സിനിമ എനിക്ക് എന്തോ നല്ലൊരു പ്രതീക്ഷ നമുക്ക് തോന്നി ഈ സിനിമ ചെയ്താൽ നന്നായിരിക്കും. നമുക്ക് ഉള്ളിൽ നിന്ന് തോന്നലാണ്. പിന്നെ ഒരു വിശ്വാസമാണല്ലോ, ആ വിശ്വാസം നല്ല രീതിയിൽ വരട്ടെ. ഡിസംബർ 5 നമുക്കത് കണ്ടറിയാം. ഓക്കെ, ഇന്ദ്രേട്ടന്റെ കാര്യം പറഞ്ഞപ്പോഴേ നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു പ്രസ് മീറ്റിനകത്ത് ഒരു ജീൻസും ഒരു ഷർട്ടും ഇട്ടിട്ടുണ്ടായിരുന്നു സാഗർ. അപ്പൊ അതിന് ഭയങ്കര കമന്റ്സാ വന്നു. ഇന്ദ്രേട്ടനേക്കാളും വെല്ലുന്ന കോസ്റ്റ്യൂം സെൻസ് ഉള്ള ആളാണ് സാഗർ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കോളേജിലാണോ? അത് ഇന്ദ്രേട്ടനായിരുന്നല്ലോ അത് സൂപ്പർ ആക്കിയത്. ഡാൻസ് അതുകൊണ്ടായിരുന്നു. അല്ല ഈ കോസ്റ്റ്യൂമിനെ കുറിച്ച് ഭയങ്കര ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. അതപ്പോ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണോ ജസ്റ്റ് വാർഡ്രോബിൽ എടുത്തിട്ടോ? ഇഷ്ടപ്പെട്ട സാധനം എടുക്കുന്നു പ്ലാൻ ഒന്നുമില്ല. ഓക്കെ, റെബേലിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ കുറച്ച് നാളൊക്കെ, അതായത് ഇപ്പോൾ ചിപ്പി ആയിട്ട് വന്നു, നമ്മളെയൊക്കെ ഇങ്ങനെ കുറച്ച് നാളെ ഇങ്ങനെ കുതിപ്പിച്ചിരുന്നിട്ട് പെട്ടെന്ന് പോയി. പിന്നെ നോക്കുമ്പോൾ തമിഴിലൊക്കെ വലിയ ആളായിട്ട് വരുന്നു, വീണ്ടും തിരിച്ചു വരുന്നു. അപ്പൊ അതൊരു ബ്രേക്ക് എടുത്തതാണോ? എല്ലാം ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. അപ്പോൾ അതിൽ ഞാൻ ഫോക്കസ്ഡ് ആയെന്നൊന്നും പറയില്ല, പക്ഷേ ഒരു ടൈം ഉണ്ടായിരുന്നു when I really wanted to do മലയാള സിനിമ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് എന്തോ ജെന്യൂൻ ആയിട്ടുള്ള കോൾസോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റോൾസ് ആൻഡ് ക്യാരക്ടേഴ്സ് അങ്ങനെ കിട്ടിയില്ല ഫോർ വാട്ട്സ് എവർ റീസൺ, എന്താണെന്ന് അറിയില്ല ഇപ്പോൾ. ബട്ട് എനിവേ ഐ എം ഗ്രേറ്റ്ഫുൾ. ജിത്തിൻ എന്നെ ഈ സിനിമയ്ക്ക് വിളിച്ചതിലും ഈ ഒരു ക്യാരക്ടർ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. ബിക്കോസ് തിരിച്ചു വരുമെന്ന് പറയാം, ഐ ഡോണ്ട് നോ. ബിക്കോസ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് റബ മലയാളം ഒന്നും ചെയ്യാത്തതെന്ന്. പക്ഷെ എനിക്ക് ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരു ഓഫ് കോഴ്സ് ഇൻഡസ്ട്രിയാണ് മലയാളം, എൻ്റെ മദർ ഇൻഡസ്ട്രിയാണ്. ബട്ട് എന്തോ നടന്നില്ല. ബട്ട് ഐ എം ഹാപ്പി. അറ്റ്ലീസ്റ്റ് എനിക്കിപ്പോൾ ഈ ഒരു മൂവിയിൽ ഈ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ ഒരുപാട് ഡെപ്ത് ആൻഡ് കുറേ ലെയേഴ്സ് ഓഫ് ഇമോഷൻസ് ആൻഡ് കുറേ ആസ് എൻ ആക്ടർ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റോളാണ്. തീർച്ചയായിട്ടും ശ്രദ്ധ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് ഇതിൽ പ്ലേ ചെയ്യുന്നത്. സോ അത് പ്ലേ ചെയ്യാൻ പറ്റിയില്ല. ഫോറൻസിക്കിലെ പോലെ ഒരു സ്പൈ ഒക്കെ അത് പോലീസിൽ ആ ഭാഗത്തെ അല്ല, അതൊരു ഫോറൻസിക് റീസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് വന്ന് അതും ഇതും ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇതിൽ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ്, ഒപ്പീനിയൻ ഉള്ള ഒരു എന്താ പറയുക, ഭയങ്കര ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന്റെ റോളാണ് ഇത് ബേസിക്കലി. സോ ത്രൂ ഔട്ട് ഉണ്ട്. ആൻഡ് കോഴ്സ് ഓഫ് ഇവന്റ്സിൽ എങ്ങനെയാണ് ഇൻപുട്സ് കൊടുക്കുന്നതെന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള. ഓക്കെ, ജിതിന്റെ ഈ റേബ എന്നുള്ള പേര് എങ്ങനെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത്? കാരണം നമ്മൾ നോക്കുമ്പോൾ തമിഴിൽ ഇങ്ങനെ പാറി പറഞ്ഞാൽ തെലുങ്ക് അതെനിക്ക് എന്താണെന്ന് അറിയില്ല. ബിക്കോസ് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചിലപ്പോൾ കിട്ടാറുണ്ട്. സീരിയസ്ലി കാരണം ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മിടുക്കി എന്ന് പറയുന്ന ഷോയില് റബേന്റെ ഭയങ്കര ആരാധകനായിരുന്നു. സീരിയസ്ലി അന്ന് എനിക്ക് 2 കുട്ടികളോടാ താല്പര്യം ഉണ്ടായി, ഇഷ്ടപ്പെട്ടത്. ഒന്ന് മിഥില, ഫാൻ ബോയ് ഷോയില് നമുക്ക് ഉണ്ടാവുമല്ലോ ഫേവറേറ്റ്. അപ്പൊ റബേ ഉണ്ടായിരുന്നു, മിഥില അല്ലേ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ റബേന എനിക്ക് പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ജേക്കബിന്റെ സ്വർഗരാജ്യം കണ്ടപ്പോ ഞാൻ ഇവള് മറ്റു നമ്മൾ മിടുക്കിയിലെ പെണ്ണല്ലേ എന്നുള്ളതാണ്. പക്ഷെ അത് ഓക്കെ, എനിക്ക് അങ്ങനെ ബിക്കോസ് അതിൽ റബക്ക് അങ്ങനെ പെർഫോം ചെയ്യാനില്ല. പക്ഷെ അവളുടെ പാട്ട് ചെയ്തു. പക്ഷെ പിന്നെ ബിഗില് ഇറങ്ങിയപ്പം നമ്മുടെ ആ പരിപാടി എനിക്ക് ഭയങ്കര നമുക്ക് കുറച്ചും കൂടി പുള്ളിക്കാരിക്ക് ഒരു പവർ ഉണ്ടെന്ന് ഫീൽ ചെയ്തു. അതായത് ഈ പറയുന്ന മിടുക്കിയും അല്ലെങ്കിൽ ഈ പറയുന്ന ജേക്കബും ഒക്കെ കഴിഞ്ഞിട്ട് ഇത് ചെയ്തപ്പോൾ ഒരു നല്ല സ്പാർക്കുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ഫീൽ ചെയ്തു. നമ്മുടെ ക്യാരക്ടറിനും അങ്ങനത്തെ ഒരു സ്പാർക്ക് വേണം. അപ്പൊ വേറെ ആൾക്കാർ നമ്മളിപ്പം മലയാളത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന ആൾക്കാരുടെ പേര് പറഞ്ഞപ്പോ എനിക്കെന്തോ റബേന മേ ബി എനിക്ക് പണ്ട് മിടുക്കി കണക്ഷൻ ആയിരിക്കാം. പക്ഷെ അല്ല, ഓഫ് കോഴ്സ്
അവൾക്ക് ടാലന്റ് ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഇൻറ്റ്യൂഷൻ വന്നു. അങ്ങനെയാണ് ഞാൻ റബയിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ എനിക്ക് സാഗറിനെ കുറിച്ച് ഞാൻ ഇപ്പൊ അതാ ആലോചിച്ചു. സാഗറിനെ ഇവിടെ നീട്ടി അല്ല, ഞാൻ ബിഗ് ബോസ് കാണുമ്പോ എന്റെ ഫാമിലിയൊക്കെ ഭയങ്കര സാഗറിന്റെ ഫാനാണ്. നമുക്ക് എന്ത് സാഗർ അല്ലേ? അപ്പൊ അങ്ങനെയല്ല ഞാൻ പറഞ്ഞില്ലേ മിനി സ്ക്രീനിൽ ഒരു കൂട്ടം ആളുകൾ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. എനിക്ക് സാഗറായിട്ട് ഒരു നമ്മളന്ന് സിനിമയൊന്നും ഇല്ലല്ലോ. അപ്പൊ അന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ഇവൻ കൊള്ളാലോ എന്നുള്ള രീതിയിൽ പറയുമ്പോ അവൻ എന്റെ പടത്തിൽ ഡയറക്ട് ചെയ്യുന്ന പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ആലോചിച്ച കാര്യങ്ങൾ സംഭവിച്ചു. അപ്പൊ അതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആഷിക എങ്ങനെയാ ഈ ടീമിൽ ജോയിൻ ചെയ്യുന്നത്? എങ്ങനെയൊക്കെ വന്നുപോയി? അല്ല, ഞാനും ജിതിനേട്ടനായിട്ട് ഒരു 4 years ബാക്ക് ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കോൺസെപ്റ്റ് ഷൂട്ട്. അപ്പം അന്ന് ഇതുപോലെ ജിതിനേട്ടൻ ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടാണ് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആ കോൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കണ്ണും പൂട്ടി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി ചെയ്യുമ്പോൾ നമ്മൾ ഈ ലൈറ്റും ഇതൊക്കെ ചെയ്യുമ്പോഴും ആ ട്രാവലിൻ്റെ ഇടയിൽ നമ്മൾ കുറേ ഇൻറ്ററാക്ട് ചെയ്യുമല്ലോ. എന്തൊക്കെയാണ് നമ്മുടെ ഡ്രീംസ്, നമ്മളെ ഫ്യൂച്ചർ ഫോക്കസും കാര്യങ്ങളെല്ലാം സംസാരിച്ചപ്പോൾ അന്ന് ജിതിനേട്ടൻ പറഞ്ഞു, ഇങ്ങനെ ഞാനൊരു സിനിമ ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏട്ടാ ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന്. അപ്പം ഞാൻ ചുമ്മാ ഒരു വാക്ക് പറഞ്ഞു, സിനിമ ചെയ്യുമ്പോൾ ഓർമ്മിക്കണേ, മറക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ അത് സത്യം പറഞ്ഞാൽ അത് ഓർത്ത് വെച്ചിട്ട് കുറേ വർഷത്തിന് ശേഷമാണ് എനിക്കൊരു കോള് കിട്ടുന്നത്. അപ്പം ആ സമയത്ത് ഞാനും നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനും ഇങ്ങനെ കട്ടയ്ക്ക് വെയിറ്റ് ചെയ്തത്. എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളല്ലാതെ കുറച്ച് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഫിദ ഫാത്തിമയും കൊണ്ട് ജിതിനേട്ടൻ വരുന്നത്. സോ അത് എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു, ഒട്ടും ഒരു ക്ലൂലെസ് ആയിരുന്നു. ഇപ്പോൾ സിനിമ ഓൺ ആവുന്നത് ഞാൻ കാണുന്നുണ്ട്, വളരെ ഹാപ്പിയാണ്. ജിതിനേട്ടൻ സിനിമ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ വളരെ 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 എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ എനിക്കതിലൊരു സ്കോപ്പ് ഉണ്ടാവും എന്നുള്ള സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചില്ല. സോ സത്യത്തിൽ ഐ എം വെരി മച്ച് ഗ്രേറ്റ്ഫുൾ ഫോർ ഹിം. എന്നെ അത് ഓർത്ത് വിളിച്ച് എനിക്ക് വളരെ ധൈര്യത്തോടു കൂടി, അത് ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള കുറച്ച് സീക്വൻസസ് ആയിരുന്നു, അതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് ഹി ഹാഡ് എ തോട്ട് പ്രോസസ്. അങ്ങനെയാണ്. പ്രസ് മീറ്റിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു എല്ലാവരും കുറെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ശരിക്കും ഭയങ്കര എഫേർട്ട് ഇടേണ്ട ഒരു മൂവി തന്നെ ആയിരുന്നു. അല്ല, അങ്ങനെയല്ല. നമ്മുടെ സിനിമ ആക്ച്വലി എല്ലാ സിനിമക്കും എഫേർട്ട് വേണ്ടേ. ഒന്നും നമുക്ക് വെറുതെ ഇപ്പൊ സിനിമയായി പോലും എന്തായാലും നമ്മളൊരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സമയത്ത് ഓഫ് കോഴ്സ് എഫേർട്ട് വേണം. പിന്നെ നമ്മുടെ സിനിമയിൽ കുറെ നൈറ്റ് ഷൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പം ഉറങ്ങാതെ, അതും നമ്മൾ വാഗമണ്ണിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ തണുപ്പും പരിപാടികളും, പിന്നെ അതുപോലെ തന്നെ ചില ഇമോഷൻസ് ചില ആളുകൾക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഓഫ്കോഴ്സ് അതൊരു പ്രോസസ്സാണ്. അപ്പം ഒന്നും നമുക്ക് വെറുതെ കിട്ടൂലല്ലോ, നമ്മൾ കഷ്ടപ്പെടാനൊന്നും കിട്ടില്ല. അപ്പം ഉറപ്പായിട്ടും ഈ പറയുന്ന ഈ സിനിമയിലുള്ള ടെക്നീഷ്യന്മാരായാലും ഇതിലെ ആർട്ടിസ്റ്റുകളായാലും ഇതിലെല്ലാവരും, ഈവൻ നമ്മുടെ സിനിമയിലെ ലൈറ്റ് ബോയ് മുതൽ എല്ലാവരും, പ്രൊഡക്ഷൻ ആയാലും എവരിബഡീസ് എഫേർട്ടാണ് ഒരു സിനിമ ഒരിക്കലും ഒറ്റയ്ക്ക് സംഭവിക്കുന്ന കാര്യമല്ല. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഇറ്റ്സ് എ ടീം വർക്ക്. ഒരിക്കലും ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ, നമുക്കൊരു ടീം ഉണ്ടാവണം, ഒരു വിഷൻ ഉണ്ടാവണം. ആ ടീം നമ്മൾ ഒരേ രീതിയിൽ കോംപ്ലിമെന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാൻ പറ്റുള്ളൂ, എസ്പെഷ്യലി സിനിമ. അല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്കാ അങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ നടക്കുന്നതല്ല. ഞാൻ വിചാരിച്ചാലും എന്നെ സപ്പോർട്ട് ചെയ്യണം ഈ ആർട്ടിസ്റ്റ് വിചാരിക്കണം, ക്യാമറമാൻ വിചാരിക്കണം, അല്ലേ? അപ്പൊ അതുകൊണ്ട് എനിക്കൊന്ന് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു, ഉറപ്പായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ അതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം ഒരു പുതിയ ഡയറക്ടറായി പോലും എനിക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. വെരി ഹാപ്പി. ഓക്കെ, ഈ പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്താണല്ലോ അടുത്ത മൂവി വരുന്നത്. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ അത് വെച്ചിട്ടായിരിക്കും, ആ ഒരു മൂവി വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഈ ധീരത്തിൽ അഭിനയിക്കുക എന്നുള്ളത് ധീരമായൊരു തീരുമാനമായിരുന്നു. നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് ആ സിനിമയിൽ നമ്മുടെ ഭാഗം നല്ല രീതിയിൽ അഭിനയിക്കുക. അതിനെ പറ്റി ആരും അഭിനയിച്ച് ഭയങ്കര മോശമായി എന്ന് പറയേണ്ടിയിരിക്കും. നമ്മുടെ ജോലി ഭയങ്കര നീറ്റായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ സിനിമ വരയ്ക്കുന്ന എല്ലാ ആൾക്കാരും, എല്ലാ ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാ ആൾക്കാരും അവരുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ ആ സിനിമ നല്ല രീതിയിൽ വരും. ഞാൻ കൂടുതൽ പണി ഇങ്ങനെ ചെയ്തു, പണി ഫുള്ള് ഞങ്ങളുടെ ഷോൾഡറിലാണ് പോയിരിക്കുന്നത്. പക്ഷെ എല്ലാ സിനിമകളും പലതരത്തിലായിരിക്കും. ഞാനിതിൽ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തു. അത് ഞാൻ മാക്സിമം ജിതിൻ പറയുന്ന പോലെ അത് വൃത്തിയിൽ ചെയ്യുക എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. പണി ഇങ്ങനെ ചെയ്തു, അതിനപ്പോൾ അതിൻ്റെ മേലെ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വീട്ടിലിരിക്കേണ്ടി വരും. അങ്ങനെയൊന്നുമില്ല. അല്ല, ഇപ്പൊ സാഗർ പറഞ്ഞാലും ഓരോ സിനിമ ഓരോ രീതിയിലാണല്ലോ. ഇപ്പം പണി എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ഫ്ലേവർ ഉള്ള ഒരു മൂവിയാണ്. അതിൽ മെയിൻ ആൾക്കാർ എന്ന് പറയുന്നത് സാഗറും ജുനീസും ആണ്. അത് അവരുടെ സിനിമയാണ്. ഓക്കെ, പക്ഷെ എന്ന് കരുതി സാഗറിന് എല്ലാ സിനിമയും അല്ലെ അതുപോലെ ചെയ്യാൻ പറ്റണമെന്നില്ല. ഉറപ്പായിട്ടും അങ്ങനെ ചിലപ്പം അതിലും മേലെയും ചെയ്യും. പക്ഷെ ആ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ഈ സിനിമയിൽ സാഗർ എന്ന് പറയുന്ന സാഗറിൻ്റെതായ ഒരു ജോർജ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ആ ക്യാരക്ടറിനായ ഇമ്പോർട്ടൻസ് ഈ സിനിമയിലുണ്ട്. നിങ്ങൾ സിനിമ ഇറങ്ങുമ്പോൾ അത് കാണും.
ഒരിക്കലും ഒരു സിനിമ വെച്ച് മറ്റൊരു സിനിമയെ കമ്പയർ ചെയ്യില്ല. ഒരു ക്യാരക്ടറിനെ വെച്ച് നമ്മൾ ഒരിക്കലും ഇപ്പം റബ ബിഗിൽ ചെയ്ത ഒരു ക്യാരക്ടർ വേറെയാണ്, എന്നാ പൈപ്പൻ ചോട്ടിലെ പ്രണയം വേറെ ആയിരിക്കും, ജേക്കബ് വേറെ ആയിരിക്കും, ധീരം വേറെ ആയിരിക്കും. സിമിലർലി ഇപ്പം പുള്ളി പ്രകമ്പനം എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുണ്ട്, അതിൽ പുള്ളി ചെയ്ത വേറൊരു ക്യാരക്ടർ ആയിരിക്കും. അപ്പം ഓരോ സിനിമക്കും അതിൻ്റെതായ സംഭവങ്ങളുണ്ട്. നമുക്ക് ഒരിക്കലും ഒരു സിനിമയെ മറ്റൊരു സിനിമയായിട്ട് അതിലിങ്ങനെയാണല്ലോ അതുകൊണ്ട് ഇത് വെച്ചിട്ട് അങ്ങനെ നമുക്കൊരു കാലം. പക്ഷെ പ്രേക്ഷകർ എപ്പോഴും അങ്ങനെയല്ലേ ജഡ്ജ് ചെയ്യുന്നത്? അല്ലെങ്കിൽ അത് ശരിക്കും ഞാൻ പറയുന്നത് അതൊരു തെറ്റായ ഒരു പ്രവണതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് എല്ലാ സിനിമയിലും ഒരേപോലെ ഇപ്പം KGF-ലെ പുള്ളി KGF നമുക്ക് എപ്പോഴും KGF ചെയ്യാൻ പറ്റില്ല. സോ അത് നമ്മൾ എടുക്കുന്ന ഒരു ഓരോ സിനിമയും ആ സിനിമയെ കാണണം. അത് കഴിഞ്ഞാൽ ആ സിനിമ കഴിഞ്ഞു, അടുത്ത സിനിമ അത് നമ്മൾ അവിടെ ഇട്ടോളാം. അത്രേ ഉള്ളൂ. ഇപ്പം വട്ടുജയൻ എന്ന് പറയുന്ന ക്യാരക്ടറാണല്ലോ ഇന്ദ്രേട്ടൻ അത് ചെയ്തത്. എന്നാ ഹാപ്പി ഹസ്ബൻഡ്സും വട്ടുജയനും തമ്മിൽ എന്ത് രാഹുല് വേറെയാണ്, വട്ടുജയൻ വേറെ, രണ്ടും രണ്ട് ഫ്ലേവർ ഉള്ള. ഒരിക്കലും അയാള് വട്ടുജയൻ ചെയ്തു ഇനി എല്ലാ പടവും വട്ടുജയൻ പോലെ ഒരിക്കലും അത് ഭയങ്കര ഒരു അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. ആ സിനിമയെ കാണണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റേബയുടെ തേക്കണ്ടായിരുന്നു എന്നുള്ളൊരു സീനല്ലേ മിക്കായല്ലേ, ആ ഒരു സീൻ ഇപ്പോഴും ട്രോളൊക്കെ ആയിട്ട് കാണാറുണ്ട്, വരാറുണ്ട്. സ്വർഗരാജ്യത്തിന്റെ നിവിൻ ചിട്ടി കോമ്പിനേഷൻ ആ ഒരു ഐഡിയയിലാണ് ഭയങ്കര ഫണി. ഇപ്പോഴും ഒരുപാട് ട്രോൾസ് ഞാൻ കാണാറുണ്ട്. ഭയങ്കര ഫണ്ണി സീനായിരുന്നു. ആ ഒരേ ഒരു സീൻ ഉണ്ടായിരുന്നുള്ളൂ, ബട്ട് ദാറ്റ് വാസ് റിയലി ഭയങ്കര രജിസ്റ്റേർഡ് ആയ ഒരു സീനായിരുന്നു. ഓക്കെ, ആക്ച്വലി അതൊരു ഇപ്പൊ തേക്ക അല്ലെങ്കിൽ തേപ്പ് എന്ന് പറയുമ്പോൾ കാമുകന്റെ സൈഡിൽ നിന്ന് അത് കുറച്ച് വിഷമുള്ള ഒരു സാധനം. പക്ഷെ എനിക്ക് ഒരു തേപ്പ് കണ്ടിട്ട് ആളുകൾ ചിരിച്ചത് അതായിരിക്കും. അപ്പൊ അതെന്തായിരുന്നു ഡയറക്ടർ നമ്മളോട് പറഞ്ഞു തന്നെ, എങ്ങനെ ചെയ്യണം എന്നായിരുന്നു? ഒന്നുമില്ല, ഭയങ്കര നോൺചലാന്റ് ആയിട്ട് എന്താണ് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പോകുന്ന പോലെ. അതാണ് ദാറ്റ് വാസ് ദ മോസ്റ്റ്, എനിക്ക് തോന്നുന്നു ഓഡിയൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു പെണ്ണിന്റെ ആറ്റിറ്റ്യൂഡാണ്. അവിടെ ബർത്ത്ഡേക്ക് വന്നിട്ട് എന്ത് എഫേർട്ട്ലെസ്ലി ആണ് ഒരു കേക്ക് കട്ട് ചെയ്യുന്നു, പിന്നെ കേക്ക് തുടയ്ക്കുന്നു ഫേസിൽ. ആ ഒരു മാനറിസംസ് ഒക്കെ അത്രയ്ക്കും നോർമൽ ആയിട്ടാണ് അവള് ബ്രേക്കപ്പ് ചെയ്യുന്നത്. സോ അത് കീപ് ഇറ്റ് ആസ് നോർമൽ. ഒന്നും ഭയങ്കര ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. ഇല്ല, ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അയ്യോ, ഭയങ്കര ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് ഞാൻ. ഇൻഫാക്ട് കുറച്ച് ടഫായിരുന്നു, പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തത് ജസ്റ്റ് ബി എന്താ പറയുക, ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് but you're breaking up with your boyfriend. അതായിരുന്നു ഇത്. ഈ സിനിമയിൽ വന്നതിന് ശേഷം ആരുടെങ്കിലും റിസംബ്ലൻസ് ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു? കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് സോനം കപൂർ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. പേഴ്സണാലിറ്റി അല്ല കേട്ടോ, ലുക്സ്. സോനം കപൂർ ജെനീലിയ ഐ തിങ്ക് മിടുക്കി ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് പേഴ്സണാലിറ്റി കണ്ടിട്ടായിരിക്കും. ഞാൻ പറയുന്നതല്ല, ആൾക്കാർ ഇത്രയും പറഞ്ഞല്ല. ജയപ്രദനെ പോലെ ഉണ്ടെന്ന് നമ്മുടെ തലവറും പറഞ്ഞു, അമീർ ഖാനും പറഞ്ഞു. ജയപ്രദനെ പോലെ ഉണ്ട്. കൂലി ചെയ്യുന്ന സമയത്ത് അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് രജനി സാറും ആമിർ സാറും രണ്ടുപേരും. ആക്ച്വലി അവളങ്ങനെ പറഞ്ഞപ്പോ നമ്മൾ നോക്കുമ്പോ എനിക്ക് എവിടേക്കോ അവളെ ജയപ്രദനെ പോലെ തോന്നി. പണ്ടത്തെ മെലിഞ്ഞ ജയപ്രദ ബാക്ക് ഇൻ ദി ഡേ. സോനം കപൂറിനെ പോലെ എവിടെയെങ്കിലും തോന്നിയോ? ജനീലിനെ പോലെ അങ്ങനെ അറിയില്ല, പക്ഷെ ജയപ്രദനെ പോലെ കണ്ണുകൾ എവിടെയോ ഉണ്ട് എന്ന് തോന്നി. അതാണ് ഏറ്റവും വലിയ കോംപ്ലിമെന്റ് എനിക്ക് തോന്നുന്നത്. പഴയ ജയപ്രദനെ നമ്മള് നോക്കിയാല് ഞാൻ അറിയില്ല, ഞാൻ കമ്പയർ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ പറഞ്ഞ കാര്യം ഞാൻ പറയുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു കോംപ്ലിമെന്റ് എനിക്ക് ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും ഒരു കോംപ്ലിമെന്റ് ആണ്. തലൈവർ അങ്ങനെ രജനി സാർ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ എന്താണ് സോ സർപ്രൈസ് അല്ലേ. നമ്മള് ഫസ്റ്റ് ഓഫ് ഓൾ സംസാരിക്കും, വി ഡോണ്ട് ഈവൻ എക്സ്പെക്ട് അല്ലേ. നമ്മുടെ കൂടെ അങ്ങനെ ഒരു കോൺവെർസേഷൻ പോലും ചെയ്യുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെയാണ് പോകുന്നത്. പക്ഷെ അത്രയും വലിയൊരു കോംപ്ലിമെന്റ് തരും എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഡെഫിനറ്റ്ലി സംതിങ് ദാറ്റ്സ് അൺഎക്സ്പെക്ടഡ് ആൻഡ് ഏറ്റവും ദ ബെസ്റ്റ് കോംപ്ലിമെന്റ് ഓഫ് യുവർ ലൈഫ് എന്ന് പറയാം. ജയപ്രദ. സോ ജയപ്രദ അപ്ഡേറ്റഡ് വേർഷൻ. ഓക്കെ, ഇപ്പൊ ജിതിൻ കുറെ സീൻസ് ഡിസ്ക്രൈബ് ചെയ്ത് തരുമല്ലോ. ഏറ്റവും ടഫായിട്ട് ഡിസ്ക്രൈബ് ചെയ്തൊരു സീൻ ഏതായിരിക്കും? പറയാ, ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഏകദേശം. ഇന്ദ്രേട്ടനായിട്ടുള്ള ഞാൻ ഫസ്റ്റ് തന്നെ സീൻ ചെയ്യുന്ന ഇന്ദ്രേട്ടൻ്റെയും നിങ്ങളുടെ ആയിട്ടുള്ള സീനായിരുന്നു.
അപ്പോൾ ഫസ്റ്റ് ഞാൻ ആ ട്രാക്കിലേക്ക് ആവാൻ കുറച്ചൊരു സമയം എടുത്തായിരുന്നു. ഞാൻ എല്ലാ സീനും ചില സീനും നമുക്ക് ആ സമയത്ത് ഒരു ബ്ലോക്കും, ചില സമയത്ത് ഏതെങ്കിലും സീൻ ചെയ്യുമ്പോൾ ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്ദ്രേട്ടൻ ഭയങ്കര അടിപൊളിയാണ്. കറക്റ്റ് അത് കൂളാക്കി എടുക്കും. ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലായിരിക്കും പറഞ്ഞിട്ട് എങ്ങനെ കുറച്ച് ടൈമിങ്ങിനെ നോക്കിയാൽ കുറച്ചുകൂടി നന്നാവും. അങ്ങനെയൊക്കെ പുള്ളി ഭയങ്കരമായിട്ട് കോ-ആക്ടറിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നു. നമുക്കിപ്പോ ആക്ച്വലി നമ്മളിപ്പോ അവിടെ ഓരോ തവണ ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് നമ്മളിപ്പോ ഫ്രെയിം സ്ക്രീനിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ കാണുമ്പോൾ ഞാൻ ഓരോ തവണ എഴുന്നേറ്റ് പോയി അല്ലെ, ഞാൻ അങ്ങനെയാണ്, ഞാൻ അവിടെ ഇരുന്ന് സംസാരിക്കുന്നതിനെക്കാട്ടി ഞാൻ എഴുന്നേറ്റ് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു. കാരണം ഞാൻ ഒരു തവണ പോയി പറയുമ്പോൾ തന്നെ ഇന്ദ്രേട്ടനും അതേപോലെ തന്നെ സെയിം കാര്യം. അപ്പൊ ചേട്ടൻ പറയുന്നുണ്ട്, കാരണം പുള്ളിയും അത് ഒബ്സർവ് ചെയ്യുന്നു. പിന്നെ പുള്ളി ഭയങ്കരമായിട്ട് കോ-ആക്ടറിനെ കോംപ്ലിമെന്റ് ചെയ്യും, കംഫർട്ട് ആക്കും. അതാണ് മെയിൻ. ഇപ്പം ഒരു പുതിയ ആള് വന്നാൽ പോലും ആ പുള്ളിക്ക് മനസ്സിലാവും ഇയാൾക്ക് വെച്ചിട്ട് പ്രഷർ ഉണ്ട്. പുള്ളി പറയും കൂൾ, ചില്ല്, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, സിമ്പിൾ ആണ്, ഇതെന്തിനാ ഇങ്ങനെ ഇതാക്കുന്ന, കൂൾ. പുതിയ ആൾക്കാരെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഡിഷൻ വെച്ചിട്ട്. സോ അവരൊക്കെ ഞാൻ പറയുന്ന ഈ പറയുന്ന എല്ലാ ആർട്ടിസ്റ്റും, ഇന്ദ്രേട്ടനായാലും നിശാന്തേട്ടനായാലും ഒക്കെ ഭയങ്കര നല്ല കംഫർട്ടായിട്ടാണ് ഡീൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ മാക്സിമം ഒരു പ്രഷർ ഇല്ലാണ്ട് കൊടുക്കാം. അത് എനിക്കും ഒരു ഡയറക്ടർ എന്നതിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം വെച്ചാൽ ഇപ്പൊ ഞാൻ ഡയറക്ട് ചെയ്യുന്ന ഒരു മെയിൻ ആർട്ടിസ്റ്റ് ഇച്ചിരി ഒരു മസിൽ പിടിച്ചൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഈ പറയുന്ന എന്റെ കോ-ആക്ടറിന് അത് ഭയങ്കര അല്ലേ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ഇങ്ങനെ ഒരു പേടി ഉണ്ടാവും. അതേസമയത്ത് എന്റെ നായകൻ ചില്ലാണ്, ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരവട് ഞാൻ ഭയങ്കര ചില്ലായി കണക്ട് ചെയ്യാറ്. അതേ രീതിയിലാണ് പുള്ളിയും കണക്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് കുറച്ചുകൂടി ഈസിയാണ്. സോ ആ ഒരു കാര്യത്തിൽ ഐ ആം വെരി ഹാപ്പി. ഓൾറെഡി ജിതിനെ പേഴ്സണലി അറിയായിരുന്നു. ഡയറക്ടറായിട്ട് കണ്ടപ്പോൾ എന്ത് മാറ്റമായിരുന്നു? ഡയറക്റ്റായിട്ട് ഇപ്പോൾ രബ പറഞ്ഞ പോലെ ഭയങ്കര പ്രൊഫഷണൽ ആയിരുന്നു. അതായത് നല്ല ചീത്തയും പറയും, അതേപോലെ ചിരിക്കുകയും ചെയ്യും. അന്യൻ. അതായത് പുള്ളിക്ക് വേണ്ട സാധനം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ചിത്ത വെക്കും. നല്ല 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 നമ്മുടെ മൂഡൊക്കെ ചേഞ്ച് ആവില്ലേ? ഇല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. അയ്യോ, അങ്ങനെയല്ല. സമയം കൊടുക്കും. അതെ അതെ അതെ, ചീത്ത പറഞ്ഞിട്ട് നമുക്കത് ബാക്ക് ടു ട്രാക്ക് വരാനുള്ള ഒരു ഗ്യാപ്പും ജിതിനേട്ടൻ തരും. അപ്പൊ ശരിയാണ്. അയ്യോ ആക്ച്വലി നമുക്ക് ആവശ്യമുള്ള കാര്യം നമ്മൾ ചോദിക്കും. ഇപ്പൊ എനിക്ക് ഇതാണ് വേണ്ടതെന്നുള്ളത് എന്റെ മൈൻഡിലൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഞാനത് പറയടാ, എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്, ഇതല്ല മീറ്റർ എന്നുള്ള കാര്യം പറയാം, അത്രേ ഉള്ളൂ. ചീത്തൊന്നും പറയാറില്ല കേട്ടാ. ഞാൻ അതൊക്കെ ചുമ്മാ അവള് കുറച്ചും കൂടി ഫ്രീഡത്തിൽ നമുക്ക് പറഞ്ഞു തരും. റബേനോടായാലും റബക്കറിയാം, നമ്മൾ പല അങ്ങനത്തെ സീക്വൻസ് എടുക്കുമ്പോൾ നമ്മൾ എനിക്ക് ഇതാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മൾ പറയും ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടുന്നവരെ ഞാൻ പിന്നെ റീടേക്ക് സാഗറിനൊക്കെ ഒരുപാട് റീടേക്ക് എടുപ്പിച്ചിട്ടുണ്ട്. അത് സാഗറിന്റെ അതായത് സാഗർ ഫസ്റ്റ് ഡേ ആണ്, പിന്നെ സാഗർ ട്രാക്കിലേക്ക് കയറി. സാഗർ ഫസ്റ്റ് വരുമ്പം നമ്മള് നമ്മള് തന്നെ പെർഫോമൻസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാം. സാഗറിനെ ചില സമയത്ത് ഫ്രെയിമിൽ നോക്കി സാഗർ ഞാൻ പറയല്ലോ സാഗറെ ഇത് നമുക്ക് ഒന്നും കൂടി മാറ്റാം, സ്വയം മനസ്സിലാവും. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷെ അല്ലാണ്ട് തന്നെ ചില ആൾക്കാർ അല്ലെങ്കിൽ ചിലപ്പം ഇയാൾക്ക് തന്നെ ഇയാൾ ചെയ്തൊരു സാധനം ജിതിൻ ഞാൻ ഒന്നും കൂടി എടുത്തോടെ എന്ന് വെക്കുന്നത്. കാരണം പുള്ളിക്ക് ചിലപ്പം അതിൽ ഇനി ഒന്നും കൂടി ചെയ്യാനുണ്ട് എന്ന് പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഓഫ്കോഴ്സ് നമുക്ക് ബെസ്റ്റ് അല്ലേ വേണ്ടേ. ഓക്കെ, ഒരു സിനിമയുടെ ഏറ്റവും പുറകിൽ അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ബിഹൈൻഡ് ദ ക്യാമറ നിൽക്കുന്ന DOP, അതും കൂടെ ഇവിടെ സംസാരിക്കണം എന്ന് തോന്നുന്നു. ക്യാമറ ആക്ച്വലി DOP എന്ന് പറയുന്നത് ഭയങ്കര സംഭവം. എനിക്കെന്ന് വെച്ചാല് ഞാൻ ഈ സിനിമ ഫസ്റ്റ് ഇന്ദ്രേട്ടനോട് ഓക്കെ പറഞ്ഞു. ഇന്ദ്രേട്ടനോട് പറഞ്ഞു ജിതിൻ നീ ഒരു പുതിയ ഡയറക്ടറാണ്. അപ്പോൾ പുള്ളിക്ക് എന്നെ അറിയില്ലല്ലോ, പക്ഷെ എന്റെ നറേഷൻ പുള്ളിക്ക് ഇഷ്ടമായി. പുള്ളിക്ക് എന്റെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് എനിക്ക് ഡേറ്റ് ആണ്. പക്ഷെ എന്നാലും തീർച്ചയായും ഇത്രയും സിനിമ ചെയ്ത് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ പുള്ളിക്ക് ഒരു പേടിയുണ്ടാവും, ഇവൻ എന്താണ് ചെയ്യുക. അപ്പം പറഞ്ഞു എനിക്ക് നീ ഇന്ന ഒരു ക്യാമറമാനെ വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് താല്പര്യമില്ല ആ ക്യാമറമാൻ. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് അയാൾ വർക്കാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ഞാൻ തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായി. അപ്പൊ ചേട്ടൻ കുറെ ആളെ പേര് സജസ്റ്റ് ചെയ്തു. അപ്പൊ അതില് ഞാൻ എല്ലാവരും നോ പറഞ്ഞുകൊണ്ടിരുന്ന് അവസാനം ചേട്ടൻ ഒരാളെ പറഞ്ഞപ്പോൾ എനിക്കത് വർക്കായി. പക്ഷെ എന്റെ ഇതില് ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്തുകൊണ്ട് വന്ന ആളാണ്. അപ്പൊ എനിക്കറിയാം എന്റെ ക്യാമറമാൻ എന്റെ ടാലന്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന ആളാണ്. അപ്പൊ ചേട്ടൻ പറഞ്ഞ ഇല്ല ജിതിൻ നീ ഒരു പുതിയ ഡയറക്ടറാണ്. അപ്പൊ എന്റെ ഒരു അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു പുതിയ ക്യാമറമാനെ നീ വെക്കണ്ട, അത് നിനക്ക് ഭയങ്കര തലവേദനയായിരിക്കും. ജിതിൻ എക്സ്പീരിയൻസ്ഡ് ആയ ക്യാമറമാൻ വെച്ചാൽ നിനക്ക് ഒന്നും കൂടി ഈസി ആയിരിക്കും. ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ചേട്ടൻ അതിൽ ഇല്ല അത് നീ എന്നാ ശരി നീ നിനക്ക് ഇഷ്ടമുള്ള ക്യാമറമാനെ വെച്ചോ, പക്ഷെ ഹി ഷുഡ് ബി എൻ എക്സ്പീരിയൻസ്ഡ് ക്യാമറമാൻ എന്നോട് പറഞ്ഞു. ആ സമയത്ത് ഞാൻ എന്തൊക്കെ ഒന്നും പറയില്ല, ഞാൻ ഇങ്ങനെ സൈലന്റ് ആയി നിന്നു. ഞാനൊരു ഹിന്ദി മ്യൂസിക് ആൽബം ഡയറക്ട് ചെയ്തായിരുന്നു ഖുദ എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ അതിൻ്റെ ഒരു ദിവസം ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ ഒന്ന് പേഴ്സണലി കാണണം, ചേട്ടൻ ഒന്ന് കാണാൻ പറ്റുമോ വെച്ചപ്പോൾ പുള്ളിയുടെ വീട്ടിൽ പോയി. അങ്ങനെ ഞാൻ ചെയ്ത ഈ വർക്ക് കാണിച്ചു. പുള്ളി ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ചേട്ടാ എങ്ങനെയുണ്ട്, അടിപൊളിയാണ്, നല്ല കൊള്ളാലോ, ഇത് ആരാ ക്യാമറ ഇത്? ഞാൻ പറഞ്ഞു ചേട്ടാ ആ ക്യാമറമാനാണ് നമ്മുടെ ക്യാമറമാൻ. അപ്പൊ പുള്ളി ഓൾറെഡി എന്നോട് അടിപൊളിയെന്ന് പറഞ്ഞു. അങ്ങനെ നൈസായിട്ട് ഞാൻ ലോക്ക് ചെയ്ത്. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് സംഭവിച്ചത്. ബിക്കോസ് എനിക്ക് ഉറപ്പായിരുന്നു സൗഗന്ധ് നമ്മുടെ ക്യാമറമാൻ DOP പറഞ്ഞ സൗഗന്ധാണ്. ബിക്കോസ് ഞാൻ കാണുന്ന എനിക്ക് പറയുന്ന സാധനം എടുത്തു തരേണ്ട അയാളാണല്ലോ. അപ്പൊ നമ്മൾ തമ്മിൽ ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി 4-5 ഷോർട്ട് ഫിലിം വർക്ക് ചെയ്തതാണ്. സോ എനിക്ക് അയാളിൽ കോൺഫിഡൻസ് ഉണ്ട്. തീർച്ചയായും അയാൾ നന്നായി ചെയ്തിട്ടുണ്ട്. ഇന്ദ്രയുടെ തന്നെ രണ്ടാമത്തെ സ്ഥലം എന്ന് പറഞ്ഞ് സൗഗന്ധ് കൊള്ളാം പുള്ളി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ അതാണ് ഞാൻ പറഞ്ഞത്. DOP അയാൾക്ക് കൊടുത്ത പരിമിതമായ ബഡ്ജറ്റിൽ അയാൾ നല്ലൊരു ഔട്ട് തന്നിട്ടുണ്ട് അല്ലേ? അടിപൊളിയാണ്, ചേർത്ത് പിടിച്ച് നിർത്തിയല്ലോ. പല സിനിമയിലാകുമ്പോ നമുക്ക് പ്രൊജക്ട് ഓൺ ആവേണ്ട അപ്പോഴത്തെ ഇതില് എന്നാ ശരി നമ്മൾ വേണമെങ്കിൽ പറയുന്ന ഞാനത് എനിക്കറിയാലോ അയാൾ നല്ലൊരു ക്യാമറ. അല്ല അപ്പൊ ഇനി ഇന്ദ്രേട്ടൻ എങ്ങാനും മാറിപ്പോകുന്നുള്ള ടെൻഷനൊന്നും വന്നില്ലായിരുന്നു? ഇല്ല, നമുക്ക് ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയാന്നുള്ള നമ്മളതിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ ഏറ്റവും വലിയ കാര്യം. ഇപ്പം ചേട്ടനോട് നമുക്ക് സത്യസന്ധമായ കാര്യം സംസാരിക്കുക. ഞാനങ്ങനെ കോൺസിക്വൻസിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന ഒരാളല്ല. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ലൈഫിൽ എവിടെ എത്താൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്കിപ്പോൾ ഒരു കാര്യം പറയാണെങ്കിൽ നമ്മൾ കാര്യം പറയാം. അപ്പൊ ചിലപ്പോൾ അയാൾക്ക് വ്യക്തത ഉണ്ടാവും. നമ്മളിപ്പം പറയാതിരുന്നാൽ ചിലപ്പോൾ അയാൾക്ക് നമ്മൾ മനസ്സിലാവില്ല. നമ്മൾ വ്യക്തമായി ചേട്ടാ ഇതാണ് എന്റെ പരിപാടി എന്ന് പറയുമ്പോൾ ചേട്ടന് മനസ്സിലാവും ഓക്കെ ഞാൻ ഇതാണ് ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജിതിൻ അങ്ങനെ ഭയങ്കര നോൺ കോംപ്രമൈസിങ് ഡയറക്ടറാണ്. എസ്പെഷ്യലി ഇത്രയും ഒരു കോൺഫിഡൻസിന് ഡെബ്യൂ ഡയറക്ടർ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഇത്രയും കൺവിൻസിങ് ആയിട്ട് എനിക്ക് ഇങ്ങനെ തന്നെ ചെയ്യണം, ഈ ഒരു ഇതിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യുന്നില്ല. ഇന്ദ്രേട്ടനായിട്ടും ഒരു പറഞ്ഞതുപോലെ ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഡിസ്കഷൻസ് എനിക്ക് ഈ ഒരു രീതിയിലാണ് ഐ എം വിഷ്വലൈസിങ്. സോ ഐ വാണ്ടഡ് ടു ഗോ ദിസ് വേ. നെഗറ്റീവ് ആയിട്ടല്ല. പക്ഷെ ഇല്ല അത് ഓക്കെയാണ്. നമ്മളിപ്പം നമ്മളൊരു വിഷൻ ഉണ്ടല്ലോ. കാരണം നമ്മളാണല്ലോ 3 വർഷമായി കഥയിൽ ഇരുന്നത്. നമുക്കൊരു വിഷൻ ഉണ്ടാകുന്ന സമയത്ത് 3 വർഷം ഞാൻ ഈ കഥയിൽ 3 വർഷം ധീരത്തിന്റെ പുറകെ 3 വർഷമായി നമ്മൾ ഈ സിനിമ ഓണാക്കാൻ വേണ്ടി ഓടുന്നു. ആക്ച്വലി ഈ പേരിനകത്ത് ഇപ്പൊ ധീരൻ ഒരു സിനിമയുണ്ട്, ധീര ഉണ്ട്, ധീരം ഉണ്ട്. അപ്പൊ ഈ പേരുകൾ ആളുകൾക്ക് ഞാൻ ധീരം എന്ന് പറയുന്ന സിനിമ എന്റെ മൈൻഡിൽ ഓൾറെഡി സെറ്റ് ആക്കിയ സമയത്താണ് ധീരൻ ഉണ്ട് എന്ന് പറഞ്ഞത്. പക്ഷെ അപ്പൊ എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു ധീരൻ ഉണ്ട്, ധീരൻ മാറ്റിക്കോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ഒന്നിൽ ഓൾറെഡി പ്ലാൻഡ് ഇറ്റ്. സോ ജസ്റ്റ് ഗോ വിത്ത് ഇറ്റ് എന്നുള്ളതിൽ ഞാൻ പറയില്ല. നമുക്ക് ധീരൻ ഇസ് ധീരൻ, ധീരം ഇസ് ധീരം, മറ്റേ മഗധീര ഇസ് വേറെ അല്ലേ? ഓക്കെ, ധീരം ഇറങ്ങാണ്ട് അപ്പൊ നമ്മൾ പ്രേക്ഷകർ എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടത്? പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒരു ത്രില്ലറാണ്. പക്ഷെ നിങ്ങളൊരു രാക്ഷസനെ പോലെയോ ഒരു 5-ാം പാതിരയെ പോലെയോ അങ്ങനത്തെ ഒരു സിനിമയല്ല ധീരത്തിന്റെ മറ്റൊരു രീതിയിലുള്ള ത്രില്ലർ, ഒരു ഇമോഷണൽ ഇന്റൻസ് ത്രില്ലറാണ്. ഉറപ്പായിട്ടും പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ കാണാത്തൊരു സംഭവം ഉണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ സാഗർ. അല്ല ഇത് തന്നെ ഡയറക്ടർ പറഞ്ഞില്ല ഞാൻ സിനിമ നല്ലൊരു സിനിമയാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നമ്മൾ നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെന്ന് നമ്മുടെ ടീം മൊത്തം വിചാരിക്കുന്നത്. ഞാൻ പ്രൊഡക്റ്റ് നല്ലതാണോ അതിനെ വിലയിരുത്തേണ്ടതൊക്കെ ഓഡിയൻസാണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ വലിയൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ അത് കണ്ട് തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ്. പക്ഷെ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ December 5 ഇറങ്ങും, കൂടെ നിൽക്കുക. ഇപ്പൊ ആസ് എ ആക്ടർ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണോ? ഇപ്പൊ ഹാപ്പിയാണ്. ഓക്കെ